ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഉരുളക്കിഴങ്ങ് ചെത്തി വെച്ചിട്ടുണ്ട്, കാരറ്റ് ചെത്തി വെച്ചു, വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, സവാള, ഇത്രയും കൂടെ ഐറ്റംസ് എടുക്കണം. സവാള അരിഞ്ഞു, പച്ചമുളക് വൃത്തിയാക്കി കഴുകി അരിഞ്ഞു, കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതെല്ലാം റെഡിയായി. ഇനി ഉരുളക്കിഴങ്ങും കാരറ്റും അരിയാനുണ്ട്. അതിന് ശേഷം നമുക്ക് കുക്കിംഗ് തുടങ്ങാം. കാരറ്റ്, ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ച് നമുക്ക് തുടങ്ങാം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ, കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, എല്ലാം ഇട്ടൊന്ന് വഴറ്റിയ ശേഷം നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിനെ കാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ഇടാം. സവാള, പച്ചമുളക് എല്ലാം ഒന്ന് വഴന്ന് വന്നു. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിടാം. കൂടെ കാരറ്റ്, നല്ല കളർഫുള്ളായില്ലേക്കും. പച്ചയുണ്ട്, പിങ്കുണ്ട്, കാരറ്റിൻ്റെ കളറിലുണ്ട്. ഇതിപ്പോൾ വെജിറ്റബിൾസൊക്കെ കഷ്ണങ്ങളാക്കണമെന്നില്ല, ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയാലേ പെട്ടെന്നാവുമല്ലോ. കുക്കറിൽ വെക്കേണ്ട, വിസിൽ വേണ്ട, ഒന്നും വേണ്ട. കടുക് വറുത്ത് ഇതിലേക്കിടുക, മിക്സ് ചെയ്യാം. അപ്പം നല്ലൊരു ഡിഷ് വന്നല്ലോ. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും പത്തിരി ഉണ്ടാക്കിയാൽ പത്തിരിക്ക് കൂട്ടാം, ചപ്പാത്തിക്ക് കൂട്ടാം, കറിയായിട്ട് ഉപയോഗിക്കുക. ഇനി ഇതിലേക്കൊരല്പം മസാലപ്പൊടികൾ കൂടെ ഇട്ടാൽ മതി. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സായല്ലോ. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ്. അങ്ങനെ നമ്മുടെ ഡിഷ് റെഡിയായി. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങും സവാളയും കൊണ്ടുള്ള നമ്മുടെ ചപ്പാത്തിക്കും ദോശയ്ക്കും ചേർത്ത് കഴിക്കാവുന്ന നല്ലൊരു വിഭവം. ഇനി ഇതിനൊപ്പം ഞാൻ കഴിക്കാനുണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. ഇത് നമുക്ക് ആയിക്കഴിഞ്ഞു. ഇതിനെ അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ എല്ലാം പാകമാക്കി വെച്ചിട്ടുണ്ട്, പരത്തിയെടുത്താൽ മതി, എന്നിട്ടുണ്ടാവും. ചപ്പാത്തി എല്ലാം പരത്തിക്കഴിഞ്ഞു. നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. കല്ല് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. നമ്മൾ ചപ്പാത്തി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. എണ്ണ റെഡിയായല്ലോ, അടുത്തായിട്ട് കൊടുക്കാം. നമ്മുടെ ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ട് പൊള്ളി നല്ല കുമളയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതുണ്ടാക്കാം. നമ്മൾ നെയ്യും വെണ്ണയൊന്നും ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ ഇടാറില്ല. ഒരാൾക്ക് പറ്റില്ല, അപ്പം എല്ലാവരും അതേ ചപ്പാത്തി ആണ് കഴിക്കുന്നത്. ചപ്പാത്തിക്ക് കോളിഫ്ലവർ തേങ്ങാപ്പാലൊഴിച്ച് ഉണ്ടാക്കിയതുണ്ട്. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് വീഡിയോയിലുള്ളത് എന്തായിരുന്നു? കാരറ്റ്, ഉരുളക്കിഴങ്ങ്. ചപ്പാത്തി എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇത് കോളിഫ്ലവർ തേങ്ങാപ്പാലൊഴിച്ചുണ്ടാക്കിയത്, ഇത് കാരറ്റ്, ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയത്.
നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ തരണം. ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. അങ്ങനെ ഇന്നത്തെ വിഭവം ഇത്രയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാത്രിയിൽ കഴിക്കാനുള്ളതാണ്. ഒരെണ്ണം കൂടെ ഉണ്ട്, അതുകൂടെ ആയാൽ കഴിഞ്ഞു. സാസ്റ്റാമ്പേ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോവില്ലേ. നന്നായിട്ട് ഇങ്ങോട്ട് പൊള്ളി വരട്ടെ. നമ്മൾ ചപ്പാത്തിയുടെ അടി കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ കറക്റ്റായിട്ട് വരുന്നുണ്ട, പൊള്ളി വരുന്നുണ്ട. ഇങ്ങനെ വരും. ഈ ഭാഗം പൊട്ടിപ്പോയി. അപ്പം നല്ല മുരിഞ്ഞ ചപ്പാത്തിയായി. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയെല്ലാം റെഡിയായി. നമുക്കെല്ലാവർക്കും കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ പറഞ്ഞതുപോലെയൊക്കെ ആവട്ടെ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബായ്. എല്ലാവരും കണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.